ഇപ്പോൾ നേമത്തെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വിവിധ മണ്ഡലങ്ങളിൽ പ്രമുഖരായ നേതാക്കൾ പത്രിക നൽകുന്ന ദിവസമാണ്. ഇപ്പോൾ കളമശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥി പി രാജീവ് പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ബേപ്പൂരിൽ അവിടെ LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസ് ഇതിനോടകം പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. എസ് വിനേഷ് കുമാർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനേഷ്, വി ശിവൻകുട്ടി പത്രിക നൽകിയിരിക്കുന്നു, വിവരങ്ങൾ. ഉന്മേഷ്, നേമം LDF സ്ഥാനാർത്ഥിയായ വി ശിവൻകുട്ടിയാണ് ഇപ്പോൾ ഇവിടെ തൊഴിൽ ഭവനിലുള്ള ജില്ലാ ലേബർ ഓഫീസർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. അദ്ദേഹം നേമം മണ്ഡലത്തിൽ നിന്ന് വളരെ അദ്ദേഹത്തെ ആനയിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വാദ്യമേളങ്ങളോട് കൂടിയാണ് അദ്ദേഹം എത്തിയത്. പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റു സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ജില്ലാ ലേബർ ഓഫീസിലാണുള്ളത്. പത്രിക സമർപ്പിക്കുന്ന ഒരു നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായി വരുന്നതേയുള്ളൂ. ഉന്മേഷ്, പത്രികാ സമർപ്പണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേമത്തെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി അദ്ദേഹം ഇപ്പോൾ പത്രിക നൽകിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ അവിടെ ഓഫീസിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. LDF നേതാക്കൾക്കൊപ്പം എത്തിയാണ് അദ്ദേഹം പത്രിക നൽകിയത്. ഇപ്പോൾ കാണുന്ന മറ്റൊരു ദൃശ്യം, അത് കളമശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥി പി രാജീവ് നാമനിർദ്ദേശ പത്രിക നൽകുന്നതാണ്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. മുതിർന്ന CPIM നേതാക്കൾ അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. CPI നേതാക്കളും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ പത്രിക നൽകിയതിനു ശേഷം അവിടെ നിന്ന് മടങ്ങുകയാണ്. ജില്ലാ സപ്ലൈ ഓഫീസറുടെ മുൻപാകെയാണ് ഇപ്പോൾ കളമശ്ശേരിയിലെ LDF സ്ഥാനാർത്ഥിയായ പി രാജീവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വിവിധ മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടന്നു വരികയാണ്. 2 ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്. തിങ്കളാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിവസം. ഇന്ന് കൂടുതൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.